വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഹേമ കമ്മിറ്റി വിവാദങ്ങൾക്ക് പിന്നാലെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ വലിയ വിമർശനങ്ങളാണ് താരസംഘടനയായ അമ്മയ്ക്കും അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാലിനും നേരിടേണ്ടി വന്നത്. ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾക്കിടയിലും അദ്ദേഹത്തിന്റെ മൗനമായിരുന്നു വിമർശനങ്ങൾക്ക് കാരണമായത്. നിരവധി പേരാണ് മോഹൻലാലും മമ്മൂട്ടിയും മൗനം വെടിയണമെന്നും തെറ്റിനെ തെറ്റായി തന്നെ അംഗീകരിക്കുകയും വേണമെന്ന് പറഞ്ഞിരുന്നത്. ഇതിൽ തമിഴ് നടൻ വിശാലും നടി സുബർണ ആനന്ദും രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ ഈ പ്രശ്നങ്ങൾക്ക് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ് നടൻ മോഹൻലാൽ. അദ്ദേഹത്തിനൊപ്പം 17 അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അമ്മയിൽ നിന്നും രാജിവെച്ചിരുന്നു. കൂട്ടരാജിക്ക് ശേഷവും നിലപാട് അറിയിക്കാതെ ഒളിച്ചോടിയെന്ന രീതിയിൽ മോഹൻലാൽ വലിയ വിമർശനമാണ് നേരിടുന്നതിനിടെയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെയാണ് മോഹൻലാലിന്റെ പ്രതികരണം. ആധികാരികമായി സംസാരിക്കാൻ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ തുടങ്ങുന്നത് തന്നെ. താൻ ഒരിടത്തേക്കും ഒളിച്ചോടി പോയതല്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. കുറച്ചുനാൾ ഗുജറാത്തിൽ ഉണ്ടായിരുന്നു, കുറച്ചുനാൾ ബോംബെ, ചെന്നൈ, അങ്ങനെ ഒരുപാട് നാളായി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഭാര്യയുടെ ശസ്ത്രക്രിയയും ബറോസിന്റെ പ്രവർത്തനങ്ങളുമായി തിരക്കിലായിരുന്നു. സിനിമകളുടെ റിലീസ് മാറ്റിവെച്ചു. ഈ സമയത്ത് അത് റിലീസ് ചെയ്യാനാവില്ല. സിനിമ സമൂഹത്തിന്റെ ഭാഗമാണ്. മറ്റെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും സംഭവിക്കുന്നു. അമ്മ ട്രേഡ് യൂണിയൻ അല്ല, അത് അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി തുടങ്ങിയ സംഘടനയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടത് സിനിമാ രംഗം ആകെയാണ്. എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത് അമ്മയെയാണ്. ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നതും തനിക്കും അമ്മയ്ക്കും നേരെയാണ്. ഈ സാഹചര്യത്തിൽ അഭിഭാഷകരോടടക്കം സംസാരിച്ചാണ് അമ്മയുടെ ചുമതലകളിൽ നിന്ന് രാജിവെച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉത്തരം പറയേണ്ടത് അമ്മയല്ല. അമ്മയ്ക്ക് അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട്, ഇൻഷുറൻസ് കൊടുക്കാനുണ്ട്, വീടുകൾ നിർമ്മിച്ചു നൽകാനുണ്ട്, മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതൊന്നും നിർത്തിവെച്ചിട്ടില്ല. ഗൂഗിൾ മീറ്റ് വഴി എല്ലാ ഭാരവാഹികളുടെയും അനുമതി വാങ്ങിയിട്ടാണ് രാജി തീരുമാനം പ്രഖ്യാപിച്ചത്. മലയാള സിനിമാ വ്യവസായം തകരാൻ പോകുന്ന സ്ഥിതിയാണ്. താൻ അഭിനയത്തിലേക്ക് വന്നപ്പോൾ ഒരു സൗകര്യവും ഉണ്ടായില്ല. ഒരുപാട് നല്ല താരങ്ങളുടെ വ്യവസായ രംഗമാണ്. മലയാള സിനിമയിലേക്ക് ഫോക്കസ് ചെയ്ത് ഈ മേഖലയെ ആകെ തകർക്കരുത്. സർക്കാരും പോലീസും കുറ്റക്കാർക്കെതിരെയുണ്ട്. കോടതി വരെ എത്തി നിൽക്കുന്ന വിഷയമാണിത്. 10,000-കണക്കിന് പേർ ജോലി ചെയ്യുന്ന വ്യവസായ രംഗമാണിത്. ആർക്കു വേണമെങ്കിലും അമ്മയുടെ നേതൃത്വത്തിലേക്ക് വരാം. മലയാള സിനിമയെ നമുക്ക് രക്ഷിക്കണം. പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടായേക്കാം. ഒരു സംഘടന മാത്രം ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ല. കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ മൂവ്മെന്റായി ഇത് മാറണം. സിനിമയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഇതുപോലുള്ള കമ്മിറ്റികൾ ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണമെന്നാണ് എന്റെ ആഗ്രഹം. ദയവു ചെയ്ത് എല്ലാവരും കൂടി സഹകരിച്ച് മലയാള സിനിമാ മേഖല തകരാതിരിക്കാൻ ശ്രമിക്കണം. താൻ പവർ ഗ്രൂപ്പിന്റെ ഭാഗമല്ല. ഇങ്ങനൊരു പവർ ഗ്രൂപ്പ് ഉള്ളതായും എനിക്ക് അറിവില്ല. ആരൊക്കെയാണെന്ന് റിപ്പോർട്ടിൽ ഉണ്ടല്ലോ, അത് പുറത്തു വരട്ടെ. പുറത്തു വരുമ്പോൾ അറിയാമല്ലോ. തെറ്റുകാർ ശിക്ഷിക്കപ്പെടട്ടെ. നിയമത്തിന്റെ കാര്യങ്ങളെല്ലാം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. ഞാൻ എങ്ങനെയാണ് അന്വേഷണം വേണ്ടെന്ന് പറയുന്നത്? നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും എന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല എന്നും മോഹൻലാൽ പറഞ്ഞു.